നമസ്കാരം. യാത്രക്കാരുടെ ആവശ്യങ്ങൾ അറിയാൻ ട്രെയിൻ യാത്ര നടത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. പാറശാല മുതൽ തിരുവനന്തപുരം വരെയാണ് അദ്ദേഹം യാത്രക്കാർക്കൊപ്പം സഞ്ചരിച്ചത്. യാത്രക്കാരുടെ അസൗകര്യങ്ങൾ അറിയുന്നതിനും തന്റെ ഡോക്യുമെന്ററി നൽകുന്നതിനും വേണ്ടിയാണ് യാത്ര നടത്തിയത് എന്ന് പിന്നീട് രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലായിടത്തും പോയി ജനങ്ങളെ കണ്ടുകൊണ്ട് തന്നെ ഡോക്യുമെന്ററി നൽകും. MP ആയി ജയിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ലോകോത്തര നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പായും നടപ്പിലാക്കും. അതിൽ വലിയൊരു ഭാഗമാണ് ഈ മൊബിലിറ്റി ട്രെയിൻ വികസനം എന്ന് പറയുന്നത്. നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുമെന്നുകൂടി രാജീവ് ചന്ദ്രശേഖർ അറിയിക്കുന്നുണ്ട്. തീരദേശത്തായാലും റെയിൽവേയിലായാലും വികസനം കൊണ്ടുവരികയും നിക്ഷേപങ്ങൾ വർദ്ധിപ്പിച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നുകൂടി NDA സ്ഥാനാർത്ഥി പറയുന്നുണ്ട്. മുറിയിലിരുന്നുള്ള അറിവ് വെച്ച് തയ്യാറാക്കുന്നതല്ല തന്റെ ഡോക്യുമെന്ററി. എല്ലാവരുടെയും പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ നേരിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് അത്തരത്തിലുള്ള ഒരു പ്രക്രിയയിലേക്ക് കടക്കുന്നത്. ട്രെയിനിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക, യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉറപ്പാക്കുക, സുരക്ഷ വർദ്ധിപ്പിക്കുക, റെയിൽവേ സ്റ്റേഷന്റെ നിലവാരം ഉയർത്തുക എന്നിവയാണ് പ്രഥമ ലക്ഷ്യങ്ങൾ എന്നുകൂടി രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. എന്തായാലും ഈ പാറശാല മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു ചെറിയ ട്രെയിൻ യാത്രക്കിടയിൽ നിരവധി വോട്ടർമാരാണ് സ്ഥാനാർത്ഥിയോട് നേരിട്ട് തങ്ങളുടെ ദുരിതങ്ങൾ പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയെ അപ്രതീക്ഷിതമായി ട്രെയിനിൽ കണ്ടതിന്റെ ഒരു കൗതുകത്തിൽ കൂടിയായിരുന്നു മിക്ക ആളുകളും. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.